കാർഷിക വാർത്തകൾ. രാജ്യത്ത് അരിവില വീണ്ടും കുതിച്ചുയരുന്നു. ആഭ്യന്തര വിപണിയിലെ ആവശ്യകതയ്ക്കനുസരിച്ച് വിതരണം എത്താത്തതാണ് വില ഉയരാൻ പ്രധാന കാരണം. രാജ്യത്തെ ആഭ്യന്തര വിപണിയിൽ അരിവില ഉയരുന്നു. ആവശ്യകതയും ലഭ്യതയും തമ്മിലുള്ള അന്തരമാണ് വിലക്കയറ്റത്തിന് പ്രധാന കാരണം. ഉപഭോഗത്തിനായുള്ള ആവശ്യം ഉയർന്നു നിൽക്കുമ്പോഴും വിപണിയിലെത്തുന്ന അരിയുടെ അളവിൽ കുറവുണ്ടായതാണ് വില വർദ്ധിക്കാൻ ഇടയാക്കിയത്. ഇതിനൊപ്പം മഴയിലെ കുറവും കർഷകരെയും നെല്ലുൽപാദനത്തെയും ബാധിക്കുമെന്ന ആശങ്കയുണ്ട്. മഴയുടെ ലഭ്യത കുറയുന്നത് വരും മാസങ്ങളിൽ നെല്ലിന്റെ ഉൽപാദനത്തെയും വിപണിയിലെ ലഭ്യതയെയും ബാധിച്ചേക്കാം. ഇതോടെ ആഭ്യന്തര വിപണിയിൽ അരിവിലയിൽ കൂടുതൽ സമ്മർദ്ദമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ആവശ്യകതയും വിതരണവും തമ്മിലുള്ള വിടവ് എത്രത്തോളം കുറയ്ക്കാൻ സാധിക്കും എന്നതായിരിക്കും ഇനി നിർണായകം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്ത് നിലക്കടല കൃഷിയുടെ വിസ്തീർണം 9% വർദ്ധിച്ചു. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും കർഷകർ കൃഷി വ്യാപിപ്പിച്ചതാണ് പ്രധാന കാരണം. രാജ്യത്തെ നിലക്കടല കൃഷിയുടെ വിസ്തീർണം ഇത്തവണ 9% വർദ്ധിച്ചു. ഓഗസ്റ്റ് 7 വരെയുള്ള കണക്കുകൾ പ്രകാരം 46.82 ലക്ഷം ഹെക്ടറിലാണ് ഖരീഫ് സീസണിൽ നിലക്കടല കൃഷി നടത്തിയത്. കഴിഞ്ഞ വർഷം ഇത് 43.11 ലക്ഷം ഹെക്ടറായിരുന്നു. ഉത്തർപ്രദേശിലാണ് ഏറ്റവും ശ്രദ്ധേയമായ വർധന. ഇവിടെ കൃഷി വിസ്തീർണം 78% ഉയർന്ന് 4.71 ലക്ഷം ഹെക്ടറായി. മധ്യപ്രദേശിൽ 40% വർദ്ധിച്ച് 5.86 ലക്ഷം ഹെക്ടറിലും എത്തി. രാജസ്ഥാനിൽ 11.9% വർധന രേഖപ്പെടുത്തി. അതേസമയം രാജ്യത്തെ പ്രധാന നിലക്കടല ഉൽപാദക സംസ്ഥാനമായ ഗുജറാത്തിൽ കൃഷി വിസ്തീർണം 3.1% കുറഞ്ഞു. കർണാടകയിലും വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ സീസണിലെ സർക്കാർ സംഭരണവും മിനിമം താങ്ങുവിലയായ MSPയും കർഷകരെ നിലക്കടല കൃഷിയിലേക്ക് കൂടുതൽ ആകർഷിച്ചതായാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആരോഗ്യവും പോഷകമൂല്യവും മുൻനിർത്തിയുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ ഡിമാൻഡ് വർദ്ധിക്കുന്നു. ഇതോടെ ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ അടുത്ത വലിയ വളർച്ചാ സാധ്യതയായി ഫുഡ് ഫോർട്ടിഫിക്കേഷൻ മാറുകയാണ്. ഇന്ത്യയിലെ FMCG മേഖലയിൽ പുതിയൊരു വളർച്ചാവാതിൽ തുറക്കുകയാണ് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ. അയൺ, ഫോളിക് ആസിഡ്, വിറ്റാമിൻ A, D തുടങ്ങിയ മൈക്രോ ന്യൂട്രിയന്റുകൾ സാധാരണ ഭക്ഷ്യോൽപ്പന്നങ്ങളിൽ ചേർത്ത് പോഷകമൂല്യമുയർത്തുന്ന രീതിയാണ് ഫോർട്ടിഫിക്കേഷൻ. ആരോഗ്യബോധം വർദ്ധിക്കുന്നതിനൊപ്പം പോഷകക്കുറവ് പരിഹരിക്കാനുള്ള ആവശ്യകതയും ശക്തമാകുന്നതാണ് ഈ വിപണിക്ക് അനുകൂലമായ പ്രധാന ഘടകം. എണ്ണ, അരി, മാവ് തുടങ്ങിയ ദൈനംദിന ഉപയോഗ ഉൽപ്പന്നങ്ങളിലൂടെ കൂടുതൽ ആളുകളിലേക്ക് പോഷകങ്ങൾ എത്തിക്കാനാകുമെന്നതാണ് ഫോർട്ടിഫൈഡ് ഫുഡിന്റെ പ്രധാന സാധ്യത. ഇതോടെ പരമ്പരാഗത ഭക്ഷ്യവിഭവങ്ങൾക്കപ്പുറം ആരോഗ്യവും പോഷണവും കേന്ദ്രീകരിച്ചുള്ള പുതിയ ഉൽപ്പന്നങ്ങളിലേക്ക് FMCG കമ്പനികൾ നീങ്ങുകയാണ്. ഉപഭോക്താവശ്യം, ആരോഗ്യ കേന്ദ്രീകൃത വിപണി, വലിയ വിതരണ ശൃംഖല ഇവയെല്ലാം ചേർന്നപ്പോൾ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ കോർപ്പറേറ്റ് ഇന്ത്യയുടെ അടുത്ത പ്രധാന FMCG വളർച്ചാ എഞ്ചിനാകുമോ എന്നതാണ് ഇനി ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.